വചനം, ദൈവത്തിന്റെ വചനം, ജീവനുള്ള വചനം, ആത്മാവിൻ നിറവാ വചനസന്ധ്യ, വചനസന്ധ്യ, വചനസന്ധ്യ. യേശു ക്രിസ്തുവിന്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വചനസന്ധ്യയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞായറാഴ്ചയുടെ ഏവെങ്കിലിനെ ആസ്പദമാക്കിയുള്ള ജീവന്റെ വചനം ഇങ്ങനെ: വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. 6-ാം വാക്യം: നോക്കുവിൻ, പരീശന്മാരുടെയും സാദുക്യരുടെയും പുളിച്ച മാവിനെ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഇവിടെ യേശു തെറ്റായ ഉപദേശത്തെ, ലോകം നേരിടുന്നതായ ഡൈവേഴ്സ് ടീച്ചിങ്സ് ആൻഡ് ദെയർ ഐഡിയോളജി, യേശുവിൻ്റെ സത്യവിശ്വാസത്തിനെതിരായി പുറപ്പെടുന്നതാണ് സൂചിപ്പിക്കുന്നത്. ശിഷ്യഗണങ്ങള് അപ്പമെടുക്കാതെ പോയപ്പോൾ യേശു പറയുന്നതാണ് ഈ പ്രവർത്തനങ്ങള്. അവരോർത്തിരുന്നത് പുളിപ്പിടിക്കാത്തത് കൊണ്ട് ക്രിസ്തു പറയുന്നത്. ക്രിസ്തു വ്യക്തമായി വീണ്ടും പറയുന്നു, പരീശന്മാരുടെ പുളിച്ച മാവ് എന്ന് പറയുന്ന അവിടെ ഉപദേശം അത്രേ. 5000 പേരെ പോഷിച്ച് നിങ്ങൾക്കറിയാം, 4000 പേരെ പോഷിച്ചതറിയാം. ഇത് സാധിക്കുന്ന ദൈവത്തിന് നിസ്സാരമാണ്. ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊടുക്കുവാൻ അതല്ല പ്രശ്നം. യേശു കർത്താവും ദൈവവുമാണെന്നുള്ള സത്യത്തിനെതിരായി, യേശു പ്രവാചകനാണെന്ന് പറയുന്നവരുണ്ട്. മറിയ യഥാർത്ഥത്തില് മറിയ തെറ്റായ രീതിയിലുണ്ടായ കുട്ടിയാണ് യേശു എന്ന് പറയുന്നവരുണ്ട്. യേശു ദൈവമല്ലെന്ന് പറയുന്നവരുണ്ട്. മാത്രമല്ല, ഈ ലോകമാണ് ശാശ്വതം, ഈ ലോകം വിട്ടാൽ വേറൊരു ലോകമില്ല, മരണം കഴിഞ്ഞാൽ വിധിയും നരകവും സ്വർഗവും ഇല്ല എന്ന് പഠിപ്പിക്കുന്ന എന്റെയും എൻ്റെ മക്കളുടെയും നമ്മുടേതായ സാഹചര്യങ്ങളുടെ ഇതാണ് നമ്മുടെ കുട്ടികളും നമ്മുടെ തലമുറകളും നേരിടുന്ന പ്രശ്നം. അനേക ഉപദേശങ്ങള് സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിൻ്റെതായ കുർബാനയില് പൗലോസ്ലീഗയുടെ പാട്ട് പാടുന്നുണ്ടെങ്കിൽ മുമ്പായി തെക്ക് വശുള്ള വായന പൗലോസ് ലീഗ ധന്യം ചൊൽകട്ടെ എന്ന ഇതിൽ പറയുന്നത് യേശു ദൈവമല്ല എന്നും, ആ ഉപദേശമല്ലാതെ ആര് പറഞ്ഞാലും മാലാഖമാർ പറഞ്ഞാലും അവർ ശാപഗ്രസ്തരാകുന്നുവെന്നും, അത് മാത്രമല്ല പല ഉപദേശങ്ങൾ വരുമ്പോൾ ആദിമം തൊട്ട് അന്ത്യം വരെ യേശുവിനെ കർത്താവായി സ്വീകരിച്ച് അവന്റെ ഉപദേശം സ്വീകരിക്കുന്നവര് ബ്ലസ്സഡ്, അനുഗ്രഹീതരാണെന്ന് പഠിപ്പിക്കുന്നത്. ഇവിടെ നമ്മുടെ ജീവിതത്തിലെല്ലാം നിങ്ങൾ കേട്ടിട്ട് കാണും 1410, അതായത് 615 വർഷങ്ങൾക്ക് മുമ്പ് പ്രേഗ്, ചെക്കോസ്ലോവാക്യയിലെ പ്രേഗ് എന്ന സ്ഥലത്ത് മനോഹരമായ ഒരു ക്ലോക്ക് 615 വർഷങ്ങൾക്ക് മുമ്പുണ്ടാക്കി. ഇന്നും തെറ്റാതെ എല്ലാ മണിക്കൂറിലും അടിക്കും. കൂടാതെ മധ്യാഹ്നം ഒരു സ്കെൽട്ടൻ, ഒരു ഡെത്തിനെ സൂചിപ്പിച്ചുകൊണ്ട് സ്കെൽട്ടൻ പിടിച്ചിട്ട് മണിയടിക്കും. ഈ ക്ലോക്കിന്റെ പ്രത്യേകത അസ്ട്രോണമിക്കൽ ക്ലോക്ക് എന്നാണ് പറയുന്നത്. ലെഫ്റ്റ് സൈഡില് 2 സ്റ്റാച്യു, റൈറ്റ് സൈഡില് 2 സ്റ്റാച്യു ഉണ്ട്. ഒരു സ്റ്റാച്യു വാനിറ്റിയെ സൂചിപ്പിക്കുക. ഒരു മനുഷ്യൻ സ്വന്തം രൂപം കണ്ണാടിയിൽ കാണുകയാണ്. അവൻ ചിന്തിക്കുന്നത് ഞാനാണ് വലുത്, ദൈവമല്ല വലുത്, ഈ ലോകം ശാശ്വതമാണെന്ന് അവൻ പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തെ സ്റ്റാച്യുവിന്റെ കയ്യില് സ്വർണ്ണ ഒരു കിഴിയാണ് ഇരിക്കുന്നത്, ഒരു ബാഗാണ് ഇരിക്കുന്നത്. അവൻ പറയുന്നത് പണമാണ് വലുത്, മരണശേഷമുള്ള ജീവിതമല്ല വലുതെന്ന്. റൈറ്റ് സൈഡിലുള്ള വീണ്ടും 2 സ്റ്റാച്യു. ഒരു സ്റ്റാച്യു ഈ ലോകത്തിന്റെ മോഹത്തെ സൂചിപ്പിക്കുന്ന ടർക്കിഷ് മാനിന്റെയാണ്. ഈ ലോക സുഖ സൗകര്യങ്ങളും ഈ ലോകത്തിലെ മോഹങ്ങളുമാണ് വലുത്, അതിനെ ത്യാഗം കഴിച്ചിട്ട് വേറൊരു ജീവിതത്തെ ഒരിക്കലും പ്രതീക്ഷിക്കരുതെന്ന്. പക്ഷേ അടുത്തിരിക്കുന്ന ഡെത്ത് എന്ന സ്കെൽട്ടൻ ആണ് മണിയടിക്കുന്നത്. ആ മണിയടിക്കുമ്പോൾ ബാക്കി 3 സ്റ്റാച്യൂസും പറയുകയാണ് ഇല്ല ഇല്ല, ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും തലയൂട്ടി പറ്റില്ല പറ്റില്ല, മരണവാദിന്റെ ശേഷം ഞങ്ങൾക്ക് ജീവിതമില്ല എന്ന്. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഓർപ്പിക്കുന്നു, ഈ വാനിറ്റിയും ഗ്രീഡും ഈ മോഹവും നശ്വരമാണെന്നും നമ്മൾ നമ്മുടെ മക്കളും കേൾക്കുന്നത് ഇങ്ങനെയാണ് എങ്കിൽ, ഇതിനോടനുബന്ധമാണ് എങ്കിൽ നമ്മളെയും നമ്മുടെ മക്കളെയും ദൈവപാതയിൽ നടത്തേണ്ടതും വാനിറ്റിയും ഗ്രീഡും ലസ്റ്റുമെല്ലാം ശാശ്വതമല്ലെന്നും ഇറ്റേണിറ്റിയാണെന്നും ക്രിസ്തുവിനുള്ള ജീവിതമാണ് നിത്യതയുമെന്ന് ഓർത്ത് ജീവിതം മുന്നോട്ട് നീക്കണമെന്ന് ഓർപ്പിക്കുക. തലകൾ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. യേശു എന്ന് ഞങ്ങളുടെ കർത്താവും ദൈവമായിരുന്നു. ഈ ഏവെങ്കിലും ആസ്പദമാക്കിയുള്ളതായ വചനഘോഷണത്തിന്
നിന്റെ വചനം ഞങ്ങളെ പഠിപ്പിക്കുകയാണ്. ഇതാ അനേക ഉപദേശങ്ങള് ഞങ്ങളും ഞങ്ങളുടെ മക്കളും ദേവാലയങ്ങളും സമൂഹങ്ങളും നേരിടുകയാണ് യേശുവിൻ്റെ സത്യസുവിശേഷത്തിന് എതിരായി. അതിലാകൃഷ്ടമായി മരണവും വിധിയും സ്വർഗവും നരകവും മറക്കുന്ന സമൂഹം. അതാണ് ഈ ലോകത്തിൻ്റെ ശാപം. നാഥ, ഈ വചനം കേൾക്കുന്ന നിന്റെ മക്കളെല്ലാം യേശുവേ, നിന്റെ ശാശ്വതമായ സ്നേഹവും നിത്യരാജ്യവും സ്വർഗരാജ്യവും നോക്കിക്കൊണ്ട്, നിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പ്രകാശപൂർണമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുവദിക്കട്ടെ നാഥ. ഞങ്ങൾ ഈ ലോകത്തിലെ വാനിറ്റിയോടും ഗിരീഡിനോടും ലസ്റ്റിനോടും വിട പറയുകയും നിന്റെ നിത്യതയെ ഞങ്ങൾ കാംക്ഷിക്കുന്നു. യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ജനസന്ധ്യ